ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു ഫോൺ എടുത്തായിരുന്നു, വിവോ V50. എൻ്റെ മുമ്പ് ഇരുന്നത് വിവോ V20 ആയിരുന്നു. ഞാനത് 2020 എടുത്തതാണ്. അത് താഴെ വീണ് പൊട്ടിയോണ്ടാണ് പുതിയൊരു ഫോണിനെ പറ്റി ചിന്തിച്ചതും. അപ്പം കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ ഫോൺ അത്യാവശ്യം നല്ലതാണ്, പെർഫോമൻസ്, ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് കേട്ടോണ്ടാണ് അപ്പോൾ ഈ ഫോൺ തന്നെ ഞാൻ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഫോൺ എടുത്തത്. അപ്പം എനിക്കിത് 37,000 രൂപയായി. 36,999 രൂപയ്ക്കാണ് കിട്ടിയത്. ഇത് 8256 ആണ് ഇത് വേരിയൻറ്റ്. പിന്നെ ഇത് സാധാരണ വിവോയുടെ പാക്കിങ്ങിൽ തന്നെ വരുന്നത്. വിവോ V50 എന്ന് എഴുതിയിട്ടുണ്ട്, co-engineered വിത്ത് സെയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം, അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരുപാട് അൺബോക്സിങ് വീഡിയോസൊക്കെ കണ്ടു കാണും. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് വിവോയുടെ V20 ഇട്ടിട്ടുണ്ട്, ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 5 വർഷത്തോളമായ ആ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ഡിവൈസ് ഇരിക്കുകയാണ്. ഡിവൈസ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഡിവൈസ് ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്, അത്യാവശ്യം നല്ല സ്ലിം ആണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളുണ്ട്, IMEI നമ്പറും കാര്യങ്ങളും. പിന്നെ ഇതിനകത്ത് ഇപ്പം ഇന്നത്തെ കാലത്ത് ചാർജർ പോലും കൊടുക്കാത്ത സമയത്ത് വിവോ എൻ്റെ കൂട്ടത്തിലൊരു പൗച്ചും പിന്നെ ചാർജറും കേബിളും എല്ലാം കൊടുക്കുന്നത് വളരെ വലിയ കാര്യമാണ്. പിന്നെ പേപ്പർ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ 90 വാട്ട്സിൻ്റെ ഒരു ചാർജറുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ളൊരു ചാർജറാണ്. വിവോ ഫ്ലാഷ് ചാർജർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ. പിന്നെ A to C കേബിളുണ്ട്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ സിം ഇജക്ഷൻ പിന്നുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഡിവൈസ് ഒന്ന് നോക്കാം. ഇത് സ്റ്റാരി നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ വേരിയൻ്റാണ്. ഇത് ആക്ച്വലി 3 കളർ വേരിയൻറ്റ്സ് വരുന്നുണ്ട്. ഒന്ന് ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ഒരു കളറും, പിന്നെ ഈ സ്റ്റാരി നൈറ്റ് എന്ന് പറയുന്നതും, പിന്നെ ഒരു ഗ്രേ പോലത്തെ ഒരു കളറും. അത്യാവശ്യം ഇത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു, ഒരു പ്രീമിയം ഫീൽ പോലെ തോന്നി. അത് ഈ 3D ഡോട്ട്സ് ഒക്കെ ഉണ്ട്, അത് നമ്മളെ ലൈറ്റിലും വെയിലത്തും ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് കളർ വരുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷാണ് വരുന്നത്, റെഡും ഗ്രേയും. അപ്പോൾ അത് ഇത്ര ഒരു 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 ഗ്ലോസിനെസ് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് മാറ്റ് ആയതുകൊണ്ട് കുറച്ചൊരു മങ്ങിയ പോലൊരു ഫീലേ ഉള്ളൂ. അപ്പം ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇതെനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം രസമുള്ളതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ഗ്ലോസി ആയതുകൊണ്ട് തന്നെ സ്മഡ്ജസ് വീഴുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അധികം സ്മഡ്ജസോ കാര്യങ്ങളൊന്നും അതിനകത്ത് ഇങ്ങനെ പിടിക്കുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 6000 mAh ബാറ്ററി ഉണ്ട്, എങ്കിൽ പോലും ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നല്ല സ്ലിമ്മാണ്, നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിളാണ്. നല്ല സ്ലിമ്മായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നല്ലതാണ്. നമുക്കിതൊന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിവ്യൂവും ക്യാമറ റിവ്യൂ കാര്യങ്ങളും ബാറ്ററിനെക്കുറിച്ചുള്ളതൊക്കെ പുറകെ വരും. അപ്പം ജസ്റ്റ് ഒരു ഇനീഷ്യൽ അൺബോക്സിങ് ആൻഡ് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ക്യാമറ റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉടനെ ഉണ്ടാവും. ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളും, പിന്നെ പോർട്രേറ്റ് ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇനിയിപ്പം ഇനിഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.